السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين ونصلي ونسلم على رسولنا الكريم وعلى آله وصحبه أجمعين أما بعد. ഫിർസത്തോ സത്യവിശ്വാസിമാരെ വിശ്വാസിമാരെ സഹോദരന്മാരെ സഹോദരിമാരെ 1400 വർഷத்துக்கு മുന്നോലു ഹിജ്റ രണ്ടാമത്തെ വർഷത്തില് ഇതേപോലത്തെ ഒരു റമദാൻ തിങ്കളു പോണേൽ രണ്ട് ചരിത്രത്തിൽ അറിയപ്പെട്ടതായി ഇസ്ലാമുക്ക് ഇസ്സത്ത് തന്നതായി ബദർ യുദ്ധം നടന്നതായി നാളെ ടിക്കർ ചൊല്ലത് നമുക്ക് എല്ലാവർക്കും പിടുള്ളതായി ഒരു കാര്യം ടിക്കർ ആയെങ്കിൽ എല്ലാ വർഷ റമദാൻ തിങ്കൾ പോണേൽ രണ്ട് മുസ്ലിമീങ്ങളിൽ ഒരു കൂട്ട ആൾമാർ ബദർ മൗലൂദ് ചൊന്തും ബദർ ആണ്ട് ചൊന്തും പല നംത്തിലും പല കോലത്തിലും ഈ ഒരു നാളെ ആചരണാക്കരുത് ഇതൊരു നല്ല നാളാക്കി കാണ്ടത് നമുക്ക് ഞങ്ങളുടെ രായത്ത് കാണാൻ സാധ്യം. പച്ചയായ ബിദാത്തും ഖുറാഫാത്തുമായി തിക്കുന്നത് ഉസ്താദുമാർ ആൾമാരുടെ കാസുലൂട്ടുകയും ആൾമാരുടെ ഇട നിൽക്കുകയും അതേപോലെ വയറു നിറയ്ക്കുകയുമായി തിക്കറ് ഈ ഒരു ആചരണം ഉണ്ടാക്കി ചൊല്ലതുക്ക് ഒരു ഡൗട്ടും ഇല്ല. ഇത് നാ ചൊല്ற പൽക്കല്ല. അങ്ങനെ കൂട്ടത്തിലെ ഒരു ഉസ്താദ് ബദർ യുദ്ധ എന്തുക്ക് വല ബദർ യുദ്ധ സുന്നിറങ്ക് വയറു നിറയ്ക്കുക സുന്നിറങ്ക് ബദർ മൗലൂദാക്കുകയും ബദർ പേരിൽ ആണ്ട് നേർച്ചാക്കിയിട്ട് വയറു നിറയ്ക്കുക ചൊല്ലത് ഒരു ഉസ്താദ് ചൊല്ലത് നിങ്ങൾ കേട്ടു നോക്കൂ. യുദ്ധത്തിൽ കൊല്ലപ്പെട്ട സഹാബിമാരൊക്കെ ഷഹീദ് എന്നല്ലേ നമ്മൾ പറയല്? അതെ അല്ലേ? ആണ്. അപ്പൊ അള്ള പറഞ്ഞേക്കണം കുറെ ഷഹീദന്മാരുണ്ടായാലല്ലേ സുന്നിയക്ക് ബദർ മൗലൂദൊക്കെ കഴിക്കാൻ പറ്റുള്ളൂ. അതിനാണ്. അപ്പൊ അള്ള പറഞ്ഞേക്കണം കുറെ ഷഹീദന്മാരുണ്ടായാലല്ലേ സുന്നിയക്ക് ബദർ മൗലൂദൊക്കെ കഴിക്കാൻ പറ്റുള്ളൂ. അതിനാണ്. അപ്പൊ അള്ള പറഞ്ഞേക്കണം കുറെ ഷഹീദന്മാരുണ്ടായാലല്ലേ സുന്നിയക്ക് ബദർ മൗലൂദൊക്കെ കഴിക്കാൻ പറ്റുള്ളൂ. അതിനാണ്. അല്ലാക്ക ഇവിടെ ദീന് വിജയിപ്പിക്കാൻ അള്ളാഹുവിന് അബൂജാലിനെ കൊല്ലാക്കേണ്ട യുദ്ധത്തിന്റെ ഒക്കെ ആവശ്യമുണ്ടോ? ടിം എന്നാണ് ജിബിരിലിന്റെ ഒരു ചിറക് ഉപയോഗിക്കേണ്ട ആവശ്യമുണ്ടോ അബൂജാലിനെ കൊല്ല? പിന്നെ അവിടെ ബദർ യുദ്ധം നടത്തിയെന്തിന്? ഈ ദീന് പ്രയോഗിക്കാൻ അള്ളാഹുവിന് ഒന്നുമില്ലാതെ തന്നെ കഴിയൂലേ? പിന്നെ കുറെ ആളുകളെ ഷഹീദാക്കി എന്തേ? അത് സുന്നിയക്ക് ബദർ മൗലൂദ് കഴിക്കണം, അത് സുന്നിയക്ക് ബദർ മൗലൂദ് കഴിക്കണം, അത് സുന്നിയക്ക് ബദർ മൗലൂദ് കഴിക്കണം, ഇവിടെ പ്രസ്ഥാനങ്ങൾ ഉണ്ടാകണം, കുറെ ആളുകൾക്ക് കൂലി കിട്ടണം, ഷഹീദാകണം. അതിന് തന്നെയാണ് അതൊക്കെ. അല്ലെ അബൂജാഹിലിനെ കൊല്ല ഇക്കണ്ട സാഹബത്തിൽ എങ്ങനെ ഇറങ്ങാറാക്കണ്ട എന്താ ആവശ്യമുള്ളേ? അപ്പൊ ബദർ യുദ്ധ എന്തുക്ക് വല ആൾമാരെ മങ്കാക്കിത്ത് ഇങ്ക് ബയർന്നൊരിക്കുക വല നഊദുബില്ലാ. എന്തൊരു അവസ്ഥ ഇങ്ങലിത്. യഥാർത്ഥത്തിൽ ബദർ യുദ്ധം നടന്നത് എന്ത്? ബദർ യുദ്ധത്തെ ചരിത്ര എന്തിന് നമുക്ക് പഠിപ്പാട്ടെ? ബദർ യുദ്ധത്തെ സന്ദേശം എന്തിന്? ഇത് ഗൗരവമായിട്ട് ഓരോ മുസ്ലിമിങ്ങും പഠിച്ചു വെക്കാനായി ഒരു കാര്യം എത്തിക്കുക. അതിൽ ഒരു ഷോർട്ട് എത്തിക്കറ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നിങ്ങളെതുകൊണ്ട് ചൊല്ലുകയായിട്ട് നാ ബന്ധര് ബദർ യുദ്ധത്തെ വിശദമായിട്ടുള്ള ഡീറ്റെയിൽസ് നന്റെ ഇതേ ചാനലിൽ നിങ്ങൾക്ക് പ്ലേ ലിസ്റ്റിൽ പോയിട്ടായെങ്കിൽ ബദർ യുദ്ധത്തെ ആ സീറത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവന ചരിത്രം വിശദീകരിക്കുന്നതോടെ 6 ക്ലാസ്സിലായിട്ട് അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് നാ വിശദീകരിച്ചതായി ഇതേറ്റിക്ക്. ഇത് ഉണ്ട് ഒരു ഷോർട്ടായ രൂപത്തിൽ അതിൽ കിട്ടേ നബ്സല്ലാഹു അലൈഹി വസല്ലമ മക്കത്തില് തൗഹീദ് ചൊല്ലുക സ്റ്റാർട്ട് ആക്കിയപ്പ മക്ക മുശ്രിക്കുമാർ നബ്സല്ലാഹു അലൈഹി വസല്ലമക്ക് ഉപദ്രാക്കും സ്റ്റാർട്ട് ആക്കിയാർ. നബ്സല്ലാഹു അലൈഹി വസല്ലമൽ വിശ്വസിച്ച് സഹാബിറങ്കും അങ്ങ് ഉപദ്രാക്കും സ്റ്റാർട്ട് ആക്കിയാർ. ഉപദ്ര ചൊന്നെങ്കിൽ ചെറിയ നമത്തെ ഉപദ്രൊന്നുമല്ല. പറയില് പിടിച്ചിട്ട് അടിക്കിരോടുത്തോളൂ, അടിക്കിരെതിരെ പിടിച്ചിട്ട് കൊല്ലൂരോടുത്തോളൂ, ഭയങ്കരമായിട്ടുള്ള കഷ്ടപ്പെടുത്തിയാർ. അങ്ങനെ നബ്സല്ലാഹു അലൈഹി വസല്ലമം സഹാബിറങ്ങ 13 വർഷത്തോലും മക്കത്തില് സ്വബരെടുത്താർ. ലാസ്റ്റ് മക്കത്തിൽ ഇനി ദീനനുസരിച്ച് ജീവിക്കുക നമുക്ക് സാധ്യമില്ലാണ്ട് ആയ ഒരു അവസ്ഥ വന്നപ്പോയിട്ടിക്കറ് അങ്ങ് മക്ക വിട്ടിട്ടു മദീനത്തിക്ക് ഹിജറ പോണ്ടി. നബ്സല്ലാഹു അലൈഹി വസല്ലമ ഹിജറ പോകുമ്പോൾ നബിക്ക് 53 വയസ്സെത്തിക്കറ്. ആ 53ാമത്തെ വയസ്സിൽ നബ്സല്ലാഹു അലൈഹി വസല്ലമ അതേപോലെ ബാക്കിന്റെ സഹാബിമാറും മദീനത്തിക്ക് ഹിജറ പോയാർ. ആ മദീനത്തെ ആൾമാർ അൻസാറുമാർ അങ്ങനെ കൈനീട്ടി സ്വീകരിച്ചാർ. ആ ഹിജറ പോകുമ്പത്തേക്ക് പോലും മക്ക മുശ്രിക്കുമാർ ചൊമ്മത്തെ സഹാബിരങ്ങളെ അങ്ങനെ സ്വത്തും അങ്ങനെ സമ്പത്തും കുമ്പോണക്ക് വിട്ടില്ല. അതവിടെ വിട്ടുപോകയിട്ടിക്കർ അങ്ങ് ചൊന്നു. മാത്രമാ സഹാബിരങ്ങ അതുപോലും അള്ളാഹുടെ മാർഗത്തിൽ ബലിച്ചെറിഞ്ഞിട്ട് ഞങ്ങൾക്ക് സമ്പത്തും വേണ്ട, ഞങ്ങളെ നിങ്ങ സമാധാനപരമായിട്ട് ദീനനുസരിച്ച് ജീവിക്കുക വിട്ടെമ്മയ്യോ ചൊന്തു. ആ സമ്പത്തിനെ കേറാക്കാട്ടെ അങ്ങ മക്കത്തെ മദീനത്തിക്ക് ഹിജറ പോയാർ. മദീനത്തിക്ക് ഹിജറ വന്നോ സഹാബിരങ്ങളും മക്ക മുശ്രിക്കുമാർ വെറുതെ വിട്ടില്ല. സഹാബിരങ്ങമേ വിട്ടുപോയതായ സമ്പത്തിനെ യൂസ് ആക്കിയിട്ട് അങ്ങലമേ സ്വത്തിനെ യൂസ് ആക്കിയിട്ട് അതിൽ കച്ചവടാക്കിയിട്ട് അതിൽ കിട്ടുന്ന ലാഭത്തില് അതിൽ ആയുധം എടുത്തിട്ട് മുസ്ലിമീങ്ങളെ സർവനാശാക്കുന്നു ചൊല്ലേ പ്ലാൻ ಐತಿ താങ്കളത്. മക്ക മുശ്രിക്കുമാർക്ക് 2 കച്ചവട മാർഗം ഇತ್ತು. ഒന്ന് യമനുക്ക് പിന്നൊന്ന് ഷാമുക്ക് ಐತಿക്കർ. ಬೇಸಿಗೆ ಕಾಲ ಬರುമ്പತ್ತುಗು ಅಂಗ ಶಾಮುಗೆ ಪೋಯುಂಟಿನ್ನಾರು.
അതേപോലെ ചലികാല പറമ്പത്തുക അങ്ങ് യമനുക്ക് വേണ്ടി കച്ചവടത്ത് പോയോണ്ടിരുന്നാർ. അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഖുറൈശിൽ சொன்ன പോലെ രഹ്ലത ശിതാഇ വസ്സൈഫ്, അതെ ചലികാലത്തിലും അതേപോലെ ബേസിക കാലത്തിലുമുള്ള ആ കച്ചവട സംഘത്തെ വിഷയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു നിഅമത്താക്കി കൊടുത്തതായിട്ട് അള്ളാഹു അവിടെ എടുത്തു ചൊല്றது കാണാൻ സാധ്യം. അപ്പൊ ഇങ്ങനെ അങ്ങ് ഷാമറ ഭാഗത്തേക്ക് മദീന കടന്നിട്ടേറ്റിക്കറ് ഷാമറ ഭാഗത്തേക്ക് പോണായി. അപ്പൊ ഇങ്ങനെ കച്ചവട സംഘം പോകുമ്പത്തുക അങ്ങനെ ഉദ്ദേശം എന്തേ ഇതിൽ കിട്ടുന്ന ലാഭത്തെ എടുത്തിട്ട് മുസ്ലിമീങ്ങളെ സർവനാശാക്കി വിടണമെന്ന് ചൊല്றதேറ്റി. ഇതുകൊണ്ടായോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബിരങ്ങളെ കൂട്ടിയോണ്ടെ ആ പോണ്ട കച്ചവട സംഘത്തെ പിടിക്കൂ ചെമ്മപ്പെട്ട ട്രൈ ആക്കിയത്. ചരിത്രത്തിൽ നമുക്ക് കണ്ട് ബദർ യുദ്ധത്തിന് കാരണമായോ അബൂ സുഫിയാന്റെ കച്ചവട സംഘത്തെ പിടിക്കലേക്ക് മുന്നലു 8 ബട്ടൈത്തിക്കറ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ കച്ചവട സംഘത്തെ പിടിക്കൂ ട്രൈ ആക്കിരെ ചൊല്றது നമുക്ക് മനസ്സിലാക്കാൻ സാധ്യവും. മക്കത്തോ കച്ചവട സംഘ 10 വിഷയം കിട്ടുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ പിടിക്കൂ വേണ്ടിട്ട് ഊടര ഭർത്താവ് മദീനത്തെ ഭർത്താവ് മാത്രമാ അങ്ങ തപ്പാട്ടി പോണ്ടതേറ്റിക്കറ് യാർത്തല് സംഭവിച്ചത്. അബുവാ ചൊല്ற ജാഗ്യത്തോല് പോയതുണ്ടു, ബുവാത്ത് ചൊല്ற ജാഗ്യത്തോല് പോയതുണ്ടു, ദുൽ ഉശൈറ ചൊല്ற ജാഗ്യത്തോല് പോയതുണ്ടു, അതേപോലെ സഫ്വ ചൊല്ற ജാഗ്യത്തോല് പോയതുണ്ടു. നഹ്ല അവിടേക്ക് പോയിട്ട് ചെറിയ ഒരു സംഘടന ആയതും നമുക്കുള്ള ചരിത്രത്തിൽ കാണാൻ സാധ്യം. അപ്പൊ ഇങ്ങനെ ചമ്മപ്പെട്ട കച്ചവട സംഘത്തെ പിടിക്കൂ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിരങ്ങ ട്രൈ ആക്കിന്നാർ. ഊടെ ഇതിക്ക് ഒന്നാമത്തെ പോയിന്റ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കുകയില്ലെന്നേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഗൈബ് പിടിയാവില്ല ചൊല്ற ഒന്നാമത്തെ പോയിന്റ് ഇതായിട്ടിക്കർ. ഏത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കത്തെ കച്ചവട സംഘം 10 വിഷയിക്കുമ്പോ അങ്ങനെ പിടിക്കുകയായിട്ട് ഭർത്താവരെ. അപ്പൊ നോക്കൂ അങ്ങ് കിട്ടില്ലാണ്ട് പിടിന്നതിന് പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോണിന്ത അല്ലെ നബിക്ക് ഫ്യൂച്ചറിൽ നടക്കുന്നതെല്ലാം പിടിയാവൂ ഇനി ആവുന്നതെല്ലാം പിടിയാവൂ ചൊന്തയിട്ടിക്കറ് ഞങ്ങളെ റായത്തെ സമസ്ത വിശ്വാസ സുന്നിമാറ് ആൾമാർക്ക് പടിപ്പാടി കൊടുക്കുന്നേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഫ്യൂച്ചറുള്ള ഗൊന്തായുണ്ടിന്ത് അല്ലെങ്കിൽ ഔലിയാക്കന്മാർ ഇനി നടക്കുന്നതായ ഗൈബിയായ കാര്യം പിടിയാവൂ അങ്കതുക്കുള്ള താക്കത്ത് അല്ലാഹു കൊടുത്തറ. അങ്ങനെ ഉണ്ടായെങ്കിൽ ഒന്നാമത്തെ ക്വസ്റ്റൻ എന്തേ നമുക്ക് കേൾക്കുള്ളേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അത് പിടിന്തിരെങ്കിൽ ഞങ്ങളുടെ തോൽ പോണ്ടത് വേസ്റ്റ് ആയിത്തിക്കറ് അങ്ങനെ പിടിക്കോ പോണ്ടത് വേസ്റ്റ് ആയിത്തിക്കറ് അത് ഞങ്ങൾക്ക് കിട്ടുക പോണ്ടില്ല ചൊന്ത് പിടിന്തിരെങ്കിൽ പിന്നെ 8 വട്ടം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ട്രൈ ആക്കാത്ത ഇല്ല. അപ്പൊ നബിക്ക് ഗൈബ് പിടിയില്ല ചൊല്றதേറ്റിക്കറ് ഇതിലെല്ലാം നമുക്ക് ഒന്നാമത്തെ പോയിന്റ് ആയിട്ട് മനസ്സിലാക്കാൻ സാധ്യമാവും. അങ്ങനെ ലാസ്റ്റ് പിടിക്കുക പോയ കച്ചവട സംഘം എത്തിക്കറ് അബൂ സുഫിയാന്റെ കച്ചവട സംഘം അതും അതും കിട്ടില്ല. ആലോചന ആക്കുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഗൈബ് പിടിന്തിരെങ്കിൽ നബി ഭർത്താവേ ആവലാന്ത് അല്ലെ. ഹിജറ 2ാമത്തെ വർഷത്തില് റമദാൻ തിങ്കളില് അബൂ സുഫിയാന്റെ കച്ചവട സംഘ ഷാമുക്ക് പോയത് റിട്ടേൺ മക്കത്തുക്ക് ബന്നോ ഉണ്ടു ചൊല്ற വിഷയം കിട്ടിയപ്പ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ಬೇಗ സഹാബികൾ ചൊന്തു ഇതാ അബൂ സുഫിയാന്റെ കച്ചവട സംഘം ബന്നോ ഉണ്ടു ആ കച്ചവട സംഘത്തെ നിങ്ങൾ ആയത്തിനെ ಬೇಗ പിടിക്കണു നിങ്ങളെ കൂട്ടത്തിൽ ആരെല്ലാം റെഡി ആയിട്ടുള്ളാറ അങ്ങെല്ലാരും ಬೇಗ ಪರ್ತಾയിട്ട് ಬರು ചൊന്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചൊല്றது ചരിത്രത്തിൽ നമുക്ക് കാണും. അപ്പൊ കുറേ സഹാബികൾ കേട്ടാറ് നബിരൊട്ടിക്ക് നബി ഞങ്ങൾ വണ്ടിട്ട് ഞങ്ങൾ അപ്പുറത്തെ ഗുഡൽ മേയുക വെച്ചിറ അത് ഞങ്ങൾ എടുത്ത പറട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ല അത് പോലും നിങ്ങൾ എടുത്ത് പണ്ട് എത്ര ടൈം ഇല്ല ഞങ്ങൾ ഒട്ടിക്ക് ആരെല്ലാം റെഡി ആയിട്ടുള്ളാറ അങ്ങ് ಬೇಗ ಪರ್ತಾയിട്ട് ಬರುಂಟೈತಿക്കറ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലു. അങ്ങനെ ഇട്ടിക്കറ് 300 ചില്ലറ സഹാബിമാർ 313 അഭിപ്രായമുണ്ട് 314 അഭിപ്രായമുണ്ട് 320 കീല് അങ്ങനെ അഭിപ്രായ വ്യത്യാസമുണ്ട്. അപ്പൊ 300 ചില്ലറ സഹാബിറങ്ങ അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പന അനുസരിച്ചിട്ട് അങ്ങ് പർത്തായിട്ട് പോണ്ടേ. എന്തിക്ക് പോണ്ടേ? യുദ്ധത്തിക്ക് വേണ്ടി പോണ്ടല്ല, ആ കച്ചവട സംഘം പിടിക്കുക വേണ്ടിട്ട് എത്തിക്കറ് പോണ്ടു. നോക്കൂ മദീനത്തെ ഭർത്താവുമ്പോ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമകാവട്ടു ഔലിയാക്കന്മാരായ സഹാബിമാർക്കാവട്ടു ഇത് പോയിട്ട് എത്ര യുദ്ധത്തിക്ക് ചൊന്തു പിടില്ല അങ്ങ് ഗൊന്തില്ല. അതേറ്റിക്കറ് സഹോദരന്മാരെ ഒന്നാമത്തെ പാട്ട് നിങ്ങൾ മനസ്സിലാക്കൂല്ലേ ഗൈബിയായ വിഷയ അറിയോഗു അങ്ക് സ്വയം താക്കത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തിട്ടില്ല ചൊല്றதേറ്റിക്കറ് ഗൗരവമായിട്ട് നിങ്ങൾ മനസ്സിലാക്കൂല്ലേ. ഇതിൽ കിട്ടി എല്ലാത്തണ്ട് വലിയ ഒരു പാട്ട അതല്ലേ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു അൻഫാൽ 7ാമത്തെ ആയത്തിൽ ചൊന്നെ വതവദ്ദൂന അന്ന ഗൈറ ദാതി ശൗകതി തകൂനു ലക്കും. ഇതാ നിങ്ങൾ വിചാരിച്ചാരെന്തേ ശക്തി ഇല്ലാത്ത പവർ ഇല്ലാത്ത ആ സംഘത്തെ പിടിക്കുകയിട്ടിക്കറ് നിങ്ങൾ ഉദ്ദേശിച്ചേ നിങ്ങൾക്ക് ബേന്മായി അതേ ടിക്കറ് അതായത് കച്ചവട സംഘം ഇട്ടിക്കറ് നിങ്ങൾക്ക് ബേന്മായ നിങ്ങൾ അതേ ടിക്കറ് ഉദ്ദേശിച്ചു പോയി. മാത്രം അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചതെന്തേ വയുരീദുല്ലാഹു അൻ യുഹിഖൽ ഹഖ്ഖ ബികലിമാതിഹി അല്ലാഹുവിന്റെ കലിമത്ത് അത് യാഥാർത്ഥ്യമാവുകയിട്ടിക്കറ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചത്. അപ്പൊ അല്ലാഹു ഉദ്ദേശിച്ചതെന്തേ അത് യുദ്ധത്തിക്ക് പോയിട്ട് എത്തുന്നുണ്ടെത്തിക്കറ്. അപ്പൊ അങ്ങനെ ഇട്ടിക്കറ് യുദ്ധം നടക്കുക അല്ലാണ്ട് ഡയറക്റ്റ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനത്തെ യുദ്ധത്തിക്ക് വേണ്ടി പർത്തായിട്ട് പോയി അല്ലാ ചൊല്றதേറ്റിക്കറ് ഒന്നാമത്തെ പോയിന്റ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കുകയുള്ളൂ. അങ്ങനെ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിരങ്ങ ഞങ്ങളെ പിടിക്കുക ബന്നോള്ളാറ് ചൊല്ற വിഷയ അബൂ സുഫിയാൻക്ക് പിടിയായപ്പ അബൂ സുഫിയാൻ അയാൾ എന്താക്കിത്ത് ലംലബ് ഇബ്നു അംർ അയാളുടെ മുഖാന്തര മക്കത്തുക്ക് ഒരു സന്ദേശം കടത്തിത്തതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിരങ്ങ ഞങ്ങളെ പിടിക്കുക ബന്നോള്ളാറ് ഞങ്ങളെ ഹെൽപ്പ് ആക്കുന്നു ചൊല്ற സന്ദേശം.
അങ്ങനെ ദംലം ഇബ്നു അംർ അയാൾ പോയിട്ടേത്തിക്കറ് മക്കത്തിൽ എത്തുപാട്ട വിഷയ അപ്പൈത്തിക്കറ് അബൂജഹലും ഋതുബത്തും ഷെയ്ബത്തും മടങ്ങരെ വലിയ വലിയ പ്രമാണിമാർ യുദ്ധത്തിന് വേണ്ടി റെഡിയാവറി. മാത്രമാ അബൂ സുഫിയാൻ അയാള് മക്കത്തുക്ക് സന്ദേശ കടത്തിട്ട് മുണ്ട തെച്ചിട്ടില്ല. അയാള് ബേരമേ തെരുളു, സാധാരണ കോമൺ തെരുളു വിട്ടിട്ടു ബേരമേ തെരുളേറ്റിക്കറ് അയാൾ ആ കച്ചവട സംഘത്തെ കൂട്ടിയോ പോണ്ടി. അങ്ങനെ കൂട്ടിയോ പോണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിരങ്ക് കിട്ടാണ്ടെ അങ്ങനെ കണ്ണ് തപ്പാട്ടിട്ടേറ്റിക്കറ് അബു സുഫിയാൻ ബേരമേ തെരുളു മക്കത്തുക്ക് പോയിട്ട് എത്തരുത് ചരിത്രത്തിൽ നമുക്ക് കാണ്ടി നോക്കൊരു. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ കച്ചവട സംഘത്തെ ഇട്ടിക്കറ് കാത്തോവില്ലേ, സഹാബിരങ്ങ ആ കച്ചവട സംഘത്തെ പിടിക്കുകയറ്റിക്കറ് കാത്തോവില്ലേ. അങ്ങനെ കണ്ണ് തപ്പാട്ടിട്ട് അബൂ സുഫിയാനും ആ കച്ചവട സംഘം പെറൂലെ പോയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പിടിയായില്ല, സഹാബിരങ്ക് പിടിയായില്ല. അപ്പൊ അതേ ടിക്കറ് ഗൈബിയായ കാര്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പിടിയായോണ്ട് ഇല്ലാന്ന് ചൊല്ലതുകില്ലേ. എത്രമാ ദലീല് ഈ ബദർ യുദ്ധത്തിൽ നടന്നത് ചൊല്ലത് നമുക്ക് മനസ്സിലാക്കുക സാധ്യവും. അങ്ങനെ പിന്നെ എന്താവൂ, പിന്നെ പാതിത്തൊരുളെ ടിക്കറ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി ബണ്ടേ എന്തിരെ മക്ക മുശ്രിക്കുമാർ യുദ്ധத்துக்கு വേണ്ടിട്ട് പർത്തയിടാറ് നിങ്ങൾ പർത്താവണു ചൊല്ലത്. അവിടെ പിന്നെ ഒരു ഡിസ്കഷൻ നടക്കുക. ഇൻഷാല്ല ആ ഡിസ്കഷന്റെ വിഷയ പിന്നെ ഞങ്ങൾ പൽക്ക് പറയും. അപ്പൊ ഒന്നാമത്തെ പോയിന്റ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കൂല്ല എന്തിരെ ഊടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും സഹാബിരങ്കും ഗൈബ് പിടിയായിട്ട് അങ്ങ് പോയിരുന്നു അല്ല. നബിക്കും സഹാബിരങ്ക് ഗൈബ് പിടിയാവില്ല, അങ്ങ് പിടിയായിട്ടില്ല. അങ്ങനെ എത്തിക്കറ് പാതിത്തെറുള്ളൂ ആ യുദ്ധത്തെ സിറ്റുവേഷൻ ആയിട്ട് അങ്ങ് ഭൂലനായിട്ട് ബന്നി. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ വിഷയം നമുക്ക് ഖുറാനില് സൂറത്ത് അൻഫാൽ 42 ആയത്തില് പടിപ്പാട്ടി തണ്ടത് കാണാൻ സാധ്യം. ഇദ് അൻതും ബിൽ ഉദ്വതി ദുനിയ വഹും ബിൽ ഉദ്വതിൽ ഖുസ്വ വറക്ബു അസ്ഫല മിൻകും. അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലുറേ ഇദ് അൻതും ബിൽ ഉദ്വതി ദുനിയ, നിങ്ങൾ ഉദ്വത്തു ദുനിയ ചൊല്ലற ജാഗിಗೆ ಬಂದೆತ್ತಿಯಪ್ಪ. വഹും ബിൽ ഉദ്വതിൽ ഖുസ്വ, അങ്ങ ഖുസ്വ ഉദ്വത്തുൽ ഖുസ്വ ചൊല്ലற ജാഗിಗೆ ಬಂದೆತ್ತಿಯಪ್ಪ. ആര് ആ യുദ്ധത്തിക്ക് പുറത്തായിട്ട് ബന്നി അബൂജഹലും മുശ്രിക്കുമാറും ഉദ്വത്തുൽ ഖുസ്വ ചൊല്ലற ജാഗിಗೆ ಬಂದೆತ್ತಿಯಪ್ಪ. വറക്ബു അസ്ഫല മിൻകും, ആ കച്ചവട സംഘം നിങ്ങളെ ആ ഒരു കീഴായിട്ട് അതായത് ബേരമി തെരുളായിട്ട് അങ്ങ എന്താക്കിന്നാറ് പോയെന്നാറ് അങ്ങ് പോയിട്ടുള്ളാറിന്റെ തിക്കറ് അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ഒരു സീനറി നമുക്ക് കണ്ണിൽ കാണ്ട രൂപത്തില് ആ ആയത്തിൽ ചൊന്തണ്ടത് നമുക്ക് കാണാൻ സാധ്യം. അതായത് നിങ്ങൾക്ക് ഇപ്പൊ ഈ പിക്ചറിൽ കാണ്ട പോലെ ഉദ്വത്തുൽ ദുനിയ മുസ്ലിമീങ്ങ ಬಂದೆತ್ತಿയ ಜಾಗ ಅದೇ ಟಿಕ್ಕರ್ ಉದ್ವತ್ತು ದುನಿಯಾ. അതേപോലെ തെല്ലപ്പുറത്ത് നോക്കൂ, അവിടെ അത് ഉദ്വത്തുൽ ഖുസ്വ ಟಿಕ್ಕರ್ മുശ്രിക്കുമാർ ಬಂದೆತ್ತಿയ ಜಾಗ. ಅದರ ನಡುವೆ ಟಿಕ್ಕರ್ അവിടെ ബദ്ർ യുദ്ധം നടക്കുന്ന ಜಾಗ. അപ്പൊ ഈ രണ്ട് ആൾമാർ ഈ മൊത്തു മുസ്ലിമീങ്ങ ഉദ്വത്തു ദുനിയയിലുള്ളാറ്, ആ മൊത്തു മുശ്രിക്കുമാർ ഉദ്വത്തുൽ ഖുസ്വലുള്ളാറ്. ഇതിന്റെ നടുവിൽ ഇങ്ങനെ ഇപ്പുറത്തെ ജാഗയിൽ കടൽ തീരത്തിലെ ടിക്കറ് അബൂ സുഫിയാൻ അതേ കച്ചവട സംഘത്തെ പാസ്സാക്കിയിട്ട് എടുത്തുകൊണ്ട് അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിരങ്ക് ഈ കച്ചവട സംഘം എവിടുണ്ടു ചൊല്ലത് അങ്ക് ഒരു ധാരണയില്ല ಅಂತ അങ്ക് പിടില്ല ಅಂತ ചൊല്ലത് ಟಿಕ್ಕറ് നമുക്ക് മനസ്സിലാക്കുക സാധ്യം. പിന്നെ അള്ളാഹു ചൊല്ലற ഒരു പൽക്കുണ്ട് എന്തിരെ വലൗ തവാഅത്തും ലഖ്തലഫ്തും ഫിൽ മീആദ്. നിങ്ങൾ ഇത് ഫസ്റ്റിಗೆ ಎಲ್ಲ പ്ലാൻ ആക്കിയിട്ട് അതായത് ഞങ്ങൾ ഇന്ന ടൈമിൽ യുദ്ധ ആക്കുക, ഞങ്ങൾ യുദ്ധത്തിന് റെഡി ആയിരാ, ഈ ഇന്ന ടൈമിൽ യുദ്ധ നടക്കരു ചൊന്തല്ല ഇങ്ങനെ പ്ലാൻ ആക്കിയിട്ട് നിങ്ങൾ ಬಂದಿರಟಾയെങ്കിൽ നിങ്ങൾ ആ പ്ലാന് പ്രകാരം നീങ്ങളാന്ത് അത് നിങ്ങളതിൽ എന്താവാത്ത് പെറൂജാറാത്താറ്, നിങ്ങൾ ജണ്ടാലും പെറൂജാറാത്താറ്. വലൗ തവാഅത്തും ലഖ്തലഫ്തും ഫിൽ മീആദ് വലാകിൻ ലിയഖ്ദി അല്ലാഹു അംറൻ കാന മഫൂല. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഈ യുദ്ധം നടക്കുനിന്ത് അല്ലാഹു ഒരു തീരുമാന പ്രകാരമായിട്ട് ഈ യുദ്ധം നടന്നരേ ചൊന്തയിട്ടിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലു. അപ്പൊ സഹോദരന്മാരെ സഹോദരിമാരെ ഒന്നാമത്തെ പോയിന്റ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കൂല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമകാവട്ടു സഹാബിരങ്കാവട്ടു അങ്ക് ഗൈബ് പിടിയായിട്ടില്ല ಅಂತ. മാത്രമല്ല എല്ലാ ഗൈബ് പിടിയായിട്ടില്ല ಅಂತಲ್ಲ, അല്ലാഹു സുബ്ഹാനഹു വ തആല അരിപ്പാട്ടി കൊടുത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പിടിയായിട്ടിന്ത് ചൊല്ലത് അത് ഞങ്ങൾ ಬೇರೆ മനസ്സിലാക്കണ ഒരു കാര്യത്തിൽ അള്ളാഹു അരിപ്പാട്ടി കൊടുത്തത് മാത്രം. അല്ലാണ്ട് നബിക്ക് അങ്ങനത്തെ ഒരു താക്കത്തായിട്ട് അള്ളാഹു എന്താക്കിട്ടില്ല അത് കൊടുത്തിട്ടില്ല അല്ലേ. ഇതേ ബദർ യുദ്ധത്തെ സന്ദർഭത്തിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളെ വിളിച്ചിട്ട് ഇത് ഇന്ന ജാഗയിൽ അബൂജഹൽ മരിക്കിറ, ഇന്ന ജാഗയിൽ ഉത്തുബത്ത് മരിക്കിറ, ഇന്ന ജാഗയിൽ ഷൈബത്ത് മരിക്കിറ. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഗൈബിയായി ചൊന്ന വിഷയത്തിക്ക് ഇതാറ് അല്ലാഹു സുബ്ഹാനഹു വ തആല വഹി കൊടുത്തപ്പോയിട്ടിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിടിയാവറെ. അല്ലാണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതൊരു താക്കത്തായിട്ട് അള്ളാഹു എന്താക്കിട്ടില്ല ഗൈബ് പിടിയാവറെ ഒരു താക്കത്തായിട്ട് അള്ളാഹു കൊടുത്തിട്ടില്ല. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നബിയുടെ ബായിലെ ചൊൽപാട്ടത് നമുക്ക് സൂറത്തുൽ അഅറാഫിൽ കാണാൻ സാധിക്കും. സൂറത്തുൽ അഅറാഫിലെ 188 ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലുന്നത് ഖുൽ നബിയെ ചൊല്ലു ലാ അംലികു ലിനഫ്സി നഫ്അൻ വലാ ദർറൻ ഇല്ലാ മാ ഷാ അല്ലാഹ്. നന്റെ നഫ്സിಗೆ എന്തേ ഒരു ഉപകാരമാ എന്തേ ഒരു ഉപദ്രാക്കുക നന്റെ കൊണ്ട് സാധ്യമില്ല. ഇല്ല മാഷാ അല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചതല്ലാണ്ട്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചൊല്ലുക അല്ലാഹു ചൊല്ലറേ വലൗ കുന്തു അഅലമുൽ ഗൈബ, നക്ക് മീത്തി ഗൈബ് പിടിന്നിരെങ്കിൽ ലസ്തക്സർതു മിനൽ ഖൈർ, എത്രമാ ഖൈർ നക്ക് നേടിയെടുക്കുകവാത്ത്. വമാ മസ്സനിയ സൂ, ഒരു ഉപദ്രവം നക്ക് തട്ടുകിക്കലാന്ത്.
അപ്പൊ നോക്കൂ, നബിക്ക് ഗൈബ് പിടിന്നിരെങ്കിൽ എത്രമാ ഹൈറ് നബികൾക്കാന്ത് ഒരു ഉപദ്രവം നബിക്ക് തട്ടലാന്ത് ഇട്ടിക്കറ് അള്ളാഹു നബ്സല്ലാഹു അലൈഹി വസല്ലമയുടെ ബായിലെ ചൊൽപാട്ടത് നമുക്ക് കാണാൻ സാധ്യത. അപ്പൊ നബിക്ക് ഗൈബ് പിടിയാവുന്നതാ, അല്ലെങ്കിൽ സഹാബിനക്ക് ഗൈബ് പിടിയാവുന്നതാ, ഔലിയാക്കന്മാർക്ക് ഗൈബ് പിടിയാവുന്നതാ, ഇതെന്തും ഇസ്ലാം നമുക്ക് പടിപ്പാടി തണ്ടില്ല. ഗൈബുര ഉടമസ്ഥായിട്ടുള്ളവണ് അത് അള്ളാഹു മാത്രമായിട്ട് ഇക്കറ ചൊല്ലതായിട്ടിക്കറ് നങ്ങ ഒന്നാമത്തെ പോയിന്റ് ആയിട്ട് മനസ്സിലാക്കുകയുള്ളൂ. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്തേ? രണ്ടാമത്തെ പോയിന്റ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഐ ലാ മഅബൂദ ബിഹഖ്ഖിൻ ഇല്ലല്ലാഹ്. ഇതായിട്ടിക്കറ് രണ്ടാമത്തെ പോയിന്റ്. അതായത് അള്ളാഹു അല്ലാണ്ട് ഒരു ഇലാഹും ഇല്ല ചൊന്നെങ്കിൽ ആരാധനക്ക് അർഹപ്പെട്ടവണു അള്ളാഹു അല്ലാണ്ട് വേറെ ഒരാളും ഇല്ല ചൊല്ലുற സന്ദേശം ഇട്ടിക്കറ് ബദ്ർ യുദ്ധത്തെ രണ്ടാമത്തെ പോയിന്റ് ആയിട്ട് നാം മനസ്സിലാക്കൂല അല്ലേ? നോക്കൂ നിങ്ങ, അബൂ സുഫിയാന്റെ കച്ചവട സംഘ തപ്പാട്ടി പോയപ്പ മക്ക മുശ്രിക്കുമാർ യുദ്ധത്തിന് വേണ്ടിട്ട് റെഡിയായിട്ട് വന്നിറാറുണ്ട് മുസ്ലിമിങ്ങൾക്ക് വിഷയം കിട്ടിയപ്പ നബ്സല്ലാഹു അലൈഹി വസല്ലം സഹാബിരങ്ങ് അവിടെ ബെർന്നുപോയാർ. കാരണം അങ്ങ എക്സ്പെക്ട് ആക്കാത്തത് അൺഎക്സ്പെക്ടഡ് ആയിട്ട് വന്നതായി ഒരു യുദ്ധമായിട്ട് ആ യുദ്ധത്തിന് അങ്ങ് റെഡി ആവണായിട്ട് വന്ന് ആ റെഡി ആവുടെ സന്ദർഭത്തിൽ നബ്സല്ലാഹു അലൈഹി വസല്ലമ ബദ്ർ യുദ്ധ രണാങ്കണത്തിൽ അവിടെ ദ്വാർന്നോ ഇന്ന ഒരു ദ്വായിട്ടിക്കരെന്ദ്രെ നബ്സല്ലാഹു അലൈഹി വസല്ലം ദ്വാർന്നിട്ട് ആരുടെ ദ്വാർന്നേ? അല്ലാഹുമ്മ അൻജിസ് ലീ മാ വഅദ്തനി, അല്ലാഹുവേ നീ നന്നൊട്ടിಗೆ വാഗ്ദാന ആക്കിയത് നീ നിറവേറ്റ് റബ്ബേ. അല്ലാഹുമ്മ അതിനി മാ വഅദ്തനി, അല്ലാഹുവേ നീ വാഗ്ദാന ആക്കിയത് നീ നക്ക് താ റബ്ബേ. അല്ലാഹുമ്മ ഇൻ തുഹ്ലിക ഹാദിഹിൽ ഉസാബ, ഈ ചെറിയ സംഘത്തെ നീ നാശാക്കി വിടറാൻട്ടായെങ്കിൽ മിൻ അഹ്ലിൽ ഇസ്ലാം, ഈ അഹ്ലുൽ ഇസ്ലാമിൽ പെട്ടേ ചെറിയ വിഭാഗ ആൾമാരെ നീ ഇല്ലാണ്ടാക്കിരണ്ടായെങ്കിൽ ഫലാ തുഅബദ് ഫിൽ അർളി അബദ, പിന്നെ നിന്റെ മാത്രം വിളിച്ചു ദുആർക്ക് ഒരാളും ഈ ഭൂമിയിൽ ഇക്കാല റബ്ബേ. അങ്ങനെ ഞങ്ങൾ ഞങ്ങൾക്ക് നീ വിജയത്താ, ഞങ്ങൾക്ക് നീ വിക്ടറി താ ചൊന്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിനൊട്ടിಗೆ ദുആർക്ക് ദൈറ്റിക്ക് നമുക്ക് കാണി. ഇപ്പുറത്ത് മക്ക മുശ്രിക്കുമാർ അബൂജഹൽ എന്തൊരു ദുആർന്നെ? അബൂജഹലിന്റെ ദുവം നമുക്ക് ഹദീസിൽ കാണാൻ സാധ്യം. അബൂജഹൽ മക്ക വിട്ടു പറമ്പത്തു കാബറെ കില്ല പിടിച്ചിട്ടവർക്ക് ദുആർന്ന. അതേപോലെ ആ ബദ്ർ യുദ്ധ സ്റ്റാർട്ട് ആവുന്നേക്ക് മുതലു അബൂജഹൽ ദുആർന്ന. അബൂജഹലിന്റെ ദുവത്തിൽ ഒരു ദുവ എന്തൊരു? അല്ലാഹുമ്മ മൻസുർ, എന്തൊരു? അല്ലാഹുമ്മ, അല്ലാഹുവേ, ലാത്ത അല്ല, ഉസ്സ അല്ല, മനാത്ത അല്ല, അങ്ങ് ഏതെങ്കിലും വിളിച്ചു ദുആർക്ക് ഔലിയാക്കന്മാരുടെ അല്ല വിളിച്ചിരെ, അങ്ങ് വിളിച്ചു ദുആർക്ക് അമ്പിയാക്കന്മാരുടെ അല്ല വിളിച്ചു ദുആർന്നരെ. പിന്നെ ആറൊട്ടിക്ക് ദുആർന്നരെ? അല്ലാഹുമ്മ, അല്ലാഹുവേ, അല്ലാഹുവേ, അല്ലാഹുമ്മ മൻസുർ അഹ്ദൽ ഫിഅതൈൻ, രണ്ട് വിഭാഗത്തിൽപ്പെട്ട് സന്മാർഗത്തിലുള്ള നീ സഹായാക്ക റബ്ബേ. ഞങ്ങളെ രണ്ട് വിഭാഗത്തിൽ 6 സന്മാർഗത്തിലുള്ള 6 ഹിദായത്തിലുള്ള അങ്ക് നീ സഹായാക്ക റബ്ബേ. വഖൈറുൽ ഫിഅതൈൻ, രണ്ട് വിഭാഗത്തിൽ ഖൈറായ അങ്ക് നീ സഹായാക്ക റബ്ബേ. ഇത് അബൂജഹൽ ദുആർന്ന ദുആയിത്തിക്ക്. അവിടെ ഇത്തിക്കർ ഒരു ക്വസ്റ്റ്യൻ എന്തൊരു? അബൂജഹൽ ദുആർന്നരെ അല്ലാഹുരൊട്ടിಗೆ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആർക്കരെ അല്ലാഹുരൊട്ടിಗೆ. അപ്പൊ ജണ്ടാലും ദുആർക്കരെ അല്ലാഹുരൊട്ടിಗೆ ಅಂತಾയെങ്കിൽ പിന്നെ ഇങ്ങൽ ജണ്ടാല നാട്ടിൽ യുദ്ധം എന്തിക്ക്? ഇങ്ങൽ ജണ്ടാല നാട്ടിൽ യുദ്ധം എന്തിക്ക്? ഇങ്ങ എന്തുകെട്ട് യുദ്ധാക്കിയുള്ളൂ? ദുനിയാവർ ഏതേ ഒരു ലാഭത്തുക, ദുനിയാവർ ഏതേ ഒരു മണ്ണുക, ദുനിയാവർ ഏതേ ഒരു പെണ്ണുക അല്ല. ദീന് കേട്ടിക്കറി യുദ്ധം ചൊത്തി നമുക്ക് എല്ലാവർക്കും പിടിക്കും. അപ്പൊ ദീൻ എന്തിര്? ഇങ്ങ ജണ്ടാലും യുദ്ധാക്കും ഇല്ല എന്തിക്ക്? അബൂജഹൽ അല്ലാഹുരൊട്ടിಗೆ ദുആർന്നേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആർക്കർ അല്ലാഹുരൊട്ടിಗೆ. അപ്പൊ ജണ്ടാല നാട്ടിലുള്ള യുദ്ധം എന്തിക്ക്? അവിടെ ഇത്തിക്കർ അബൂജഹലിന്റെ വിശ്വാസത്തെ നാം മനസ്സിലാക്കുകയില്ലേ? ഉത്തുബത്തും ഷൈബത്തും മക്ക മുശ്രിക്കുമാരുടെ വിശ്വാസം എന്തിരെ? അല്ലാഹുരൊട്ടിಗೆ ദുആർക്ക് തീരാ ചൊന്നിട്ടില്ലേ? അല്ലാഹുരൊട്ടിಗೆ അല്ലാഹു ആറുಂಟು ಅಂಕ ಬಿಡಿಲ್ಲ ಅಂತ ಚೊಂತಿಲ್ಲ. ಅಲ್ಲಾಹರೊಟ್ಟಿಗೆ ದುವಾರ್ಕು ತೀರಾಂಟು ಮಗ ಚೊಂತಿಲ್ಲ. ಅಲ್ಲಾಹರೊಟ್ಟಿಗೆ ದುವಾರ್ಕ ಅಲ್ಲಾಹು ಆರು, ಅಲ್ಲಾಹು ಖಾಲಿಕ್, ಅಲ್ಲಾಹು ಮಾಲಿಕ್, അള്ളാഹു മുദബ്ബിറുൽ ആലം ചൊന്നു ഇന്ന് ആൽമാർ അല്ലേ? ആ ആൽമാർ തപ്പിപ്പോയോടെ അള്ളാഹുവിനൊട്ടിಗೆ മാത്രം നിങ്ങൾ വിളിച്ചു ദുആർക്കണു ചൊന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്നപ്പ ഇത്തിക്കർ അതങ്ങൾക്ക് അംഗീകരിക്കുക ഇല്ല. അവിടെ ഇത്തിക്കർ വിഷയമില്ലേ? മക്ക മുശ്രിക്കുമാർക്ക് അംഗീകരിക്കുക ആവാത്ത വിഷയം എന്തിന്? അള്ളാഹു സുബ്ഹാനഹു തആലയെ മാത്രം നിങ്ങൾ വിളിച്ചു ദുആർക്കണു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്നു. നിങ്ങൾ വിളിച്ചു ദുആർക്കർ ഔലിയാക്കന്മാർ, അമ്പിയാക്കന്മാർ, അതേപോലെ സ്വാലിഹീങ്ങ അങ്ങെല്ലാവരും അള്ളാഹുടെ അടിമമാറായിട്ടിക്കറാർ. അങ്ങ് മറിച്ചുപോയങ്ങ ഇത്തിക്കറാർ. അംവാതുൻ ഗൈറു അഹ്യായിൻ, അങ്ങ് മറിച്ചുപോയങ്ങ, അങ്ങ് ജീവിച്ചിട്ടുള്ള അല്ല. അങ്ങനെ അങ്ങോട്ടേക്ക് നിങ്ങൾക്ക് ദുആർന്നിട്ട് കാറില്ല. അത് ശിർക്കൈത്തിക്കറുണ്ട് പടിപ്പാടി കൊടുത്തപ്പ അങ്ങ് അത് ഉൾക്കൊള്ളുക ഇല്ല. അങ്ങ് ചൊന്നാറ് അള്ളാഹുടെ ഖാലിക്കുണ്ട് ഞങ്ങൾ നമ്പുറ, അള്ളാഹുടെ മാലിക്കുണ്ട് ഞങ്ങൾ വിശ്വസിക്കറ, അള്ളാഹു ഇടീ ലോകത്തെ കൺട്രോൾ ആക്കണോടുണ്ട് ഞങ്ങൾ വിശ്വസിക്കറ. അതെല്ലാം ഞങ്ങൾ അംഗീകരിക്കണം. മാത്രമാ അള്ളാഹുരൊട്ടിಗೆ മാത്രമേ വിളിച്ചു ദുആർക്കണു ചൊല്றது അത് ഞങ്ങളെ പരമ്പരയിൽ വന്നതല്ല. അത് സാധ്യമില്ല അംഗീകരിക്കുക ചൊന്നതായിട്ട് എല്ലാ തന്റെ വലിയ പ്രോബ്ലം ആയി ചൊല്ലുന്നത് ഞങ്ങൾ മനസ്സിലാക്കും. ഇതേ ഈ ഒരു പൽക്ക നിങ്ങൾ ആലോചന, ഇതേ പൽക്കല്ല ഉണ്ട് ഞങ്ങളതായിട്ട് മുസ്ലിയാക്കന്മാർ ആൾമാർക്ക് പടിപ്പാടി കൊടുക്കൂ അല്ലേ? വൈദ്യൻ ശേഖരൊട്ടിಗೆ വിളിച്ചു ദുആർക്കറു, തങ്ങന്മാരൊട്ടിಗೆ ദുആർക്കറു, അങ്ങനൊട്ടിಗೆ സഹായം തേടറു. എന്തിന്? അള്ളാഹുരൊട്ടിಗೆ കരീബാവൂ, അള്ളാഹുരെ മുട്ടാക്കൂ.
ഇതേ വാദയിട്ടിക്കർ മക്ക മുശ്രിക്കുമാർ ചൊന്നു ഇന്നേ. നോക്കൂ, മക്ക മുശ്രിക്കുമാർ സൂറത്തു സുമർ എടുത്തു നോക്കൂ. സൂറത്തു സുമറിന്റെ 2-ാമത്തെ ആയത്തിൽ അങ്ങനെ വിശ്വാസത്തെ വിഷയത്തിൽ അള്ളാഹു നമുക്ക് പഠിപ്പാടിതണ്ടേ, മാ നഅ്ബുദുഹും ഇല്ലാ ലിയുഖർരിബൂന ഇലല്ലാഹി സുൽഫാ. ഞങ്ങൾ അങ്ങോട്ടേക്ക് ദ്വാർക്കരെ, ഞങ്ങൾ അങ്ങോട്ടേക്ക് സഹായത്തേട്ടെ. ആരൊട്ടിക? ആ അമ്പിയാക്കന്മാരൊട്ടിക്കും സ്വാലിഹിങ്ങളൊട്ടിക്കും ഞങ്ങൾ സഹായത്തേട്ടെ. എന്തുക്ക്? അള്ളാഹുക്ക് കരീബാവുക വേണ്ടിട്ട് എത്തിക്കറ. അങ്ങനെ ഞങ്ങളെ മുട്ടാക്കിറാർ, അള്ളാഹുരെ കരീബാക്കിറാർ. അള്ളാഹു സുബ്ഹാനഹു വ തആല ചൊല്ലറി, നണ്ടൊട്ടിക്ക് നിങ്ങൾ കരീബാവുക, നിങ്ങൾക്കൊരു അടയാളം മാറി നിങ്ങൾ സ്വീകരിക്കുന്ന ജറൂറത്തെ ഇല്ല. സൂറത്തുൽ ബഖറയിൽ അല്ലാഹു ചൊല്ലുന്നു, വഇദാ സഅലക ഇബാദി അന്നി, നബിയെ നന്റെ അടിമമാർ നിന്നൊട്ടിക്ക് നന്റെ വിഷയത്തിൽ കേട്ടിട്ടായെങ്കിൽ ഫഇന്നി ഖരീബ്, ഞാൻ അങ്ങനെ മുട്ട ഉള്ളവനെ എത്തിക്കറ, ഞാൻ അങ്ങനെ മുട്ട ഉള്ളവനെ എത്തിക്കറ. അങ്ങനെ സബലു ഉജീബ് ദഅവത ദാഇ ഇദാ ദഅൻ, ദുആർക്കറോട് നണ്ടൊട്ടിക്ക് ദുആർക്കറ, ഞാൻ അവർക്ക് ആൻസർ ആക്കറ. അല്ലെ അള്ളാഹു വ്യക്തമായിട്ട് ക്ലിയർ ആയിട്ട് ചൊന്ന പൽക്കേറ്റിക്ക്. അങ്ങനെ സബലു സഹോദരന്മാരെ, അള്ളാഹുരൊട്ടിಗೆ മാത്രമേ വിളിച്ച് ദ്വാർക്കുന്നു ചൊല്ലുന്ന സന്ദേശം എത്തിക്കറ്. ഈ ബദ്ർ യുദ്ധത്തിൽ നമുക്ക് കിട്ടിയ 2-ാമത്തെ പോയിന്റ്, അള്ളാഹു അല്ലാത്ത വേറെ ഒരാളൊട്ടിക്കും ദ്വാർക്കു തീരാ. ആ ബദ്രീങ് അള്ളാഹുരൊട്ടിಗೆ മാത്ര ഇട്ടിക്കറ് ദ്വാർന്നേ. ഏത് പ്രതിസന്ധി വന്നെങ്കും, ഏത് റാഹത്തിൽ നിന്നെങ്കും, ഏത് കഷ്ടത്തിൽ നിന്നെങ്കും അള്ളാഹ് റബ്ബ് അതല്ലാണ്ട് വേറെ ഒരു ദുആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ಬಾಯಿൽ ನಿಂತ സഹാബികളുടെ ಬಾಯಿൽ ನಿಂತ നമുക്ക് കാണുകയെ സാധ്യല്ല. മാത്ര ഇണ്ട് ഇങ്ങനെ ಬಾಯಿൽ പണ്ടെങ്കിൽ അതേ ബദ്രി ഇങ്ങനെ വിളിച്ച് ദ്വാർക്കരുത് എത്തിക്കറ് നമുക്ക് കാണാൻ സാധ്യവും. അല്ലെ ബുഖാരി തങ്ങ ചൊന്തൂർ തങ്ങ ഉണ്ടു. ആ തങ്ങ കപ്പലിൽ പോകുമ്പോ കപ്പല് അപ്പരിപ്പറ ആടി അത് ബുങ്ങുകാവുടെ സന്ദർഭത്തിൽ ഇയാൾ ബദ്രീങ്ങളെ നൻപൈത്തവല്ല. അങ്ങനെ ബദ്രീങ്ങളെ വിളിച്ച് ദ്വാർന്നിട്ടാകുമ്പത്തുകു അതിൽ പിന്നെ അയാൾ ബച്ചവൈത്ത് ചൊല്ലറ ആ ഒരു പൽക്ക് നിങ്ങൾ കേട്ടു. ഓപ്പൺ ബോട്ടാണ്, കപ്പലല്ല, സൗകര്യങ്ങളുള്ള ബോട്ടല്ല, ഒരു സൗകര്യമില്ലാത്ത സാധാരണ കപ്പലാണ്. പെട്ടെന്ന് മഴയിൽ ഹജ്ജ് ക്ലാസ്സിലേക്ക് നടക്കുന്നതിന് വേണ്ടി വരികയാണ്. അതാ കടൽ ക്ഷോഭം വളരെ വളരെ രൂക്ഷമാവുകയും ഇതാ മരണത്തെ മുഖാമുഖം കാണുന്ന രംഗം, മരിച്ചെന്ന് കടലിൽ മറഞ്ഞെന്ന് വിശ്വസിക്കുന്ന രംഗം. പക്ഷേ ആ സമയത്തൊക്കെയും വിളിച്ചത് ബദരീങ്ങൾ തപസ്സുലാക്കിക്കൊണ്ട്, ബദരീങ്ങളെ എന്നെ രക്ഷപ്പെടാൻ യഥാർത്ഥത്തിൽ വിരീതൻ മനസ്സ് ഇതിൽ മരിക്ക് വെള്ളത്തിൽ മുങ്ങുക തന്നെ ചെയ്യും. മരിച്ചാൽ ഏതെങ്കിലും മത്സ്യത്തിന്റെ വയറ്റിൽ എന്റെ മയ്യത്ത് നിസ്കരിക്കാൻ പോലും, റബ്ബേ എന്നെ എവിടെയെന്ന് കാണാൻ പോലും മനസ്സങ്ങ് തകർന്ന് മറഞ്ഞ സമയത്ത് ഓർമ്മ വന്നത് ബദരീങ്ങളെയാ. ബദരീങ്ങളെ, നിങ്ങളല്ലാതെ രക്ഷിക്കാനില്ല, എനിക്ക് വിളിക്കാൻ നിങ്ങളല്ലാതെ മറ്റാരുമില്ല, നിങ്ങൾ എന്റെ കൈവിടല്ലേ. ആ മണിക്കൂറുകളോളം നിന്ന രംഗം മറക്കാൻ കഴിയാത്ത രംഗം. പക്ഷേ അത്ഭുതകരമാം വിധം അല്ലാഹു സുബ്ഹാനഹു തആല രക്ഷപ്പെടുത്തിയത്. നോക്കൊരു സഹോദരന്മാർ, എന്തൊരു അവസ്ഥയല്ലേ ഇത്. ഇയാളുടെ ഒരു അവസ്ഥ നോക്കൊരു. ആ പ്രതിസന്ധി വന്നപ്പ ബദ്രീങ്ങളെ ഇയാൾക്ക് നെനപ്പായിട്ട് ബദ്രീങ്ങളൊട്ടിക്ക് ദ്വാർന്നേ. അള്ളാഹു അല്ലാത്തങ്ങളെ ഔലിയാക്കന്മാരേറ്റിക്ക് എനിക്ക് ആ കഷ്ടകാലത്തിൽ എനിക്ക് നെനപ്പവരെ. നോക്കൊരു വലിയ ഉസ്താദ്, AP ഉസ്താദിന്റെ മോണും ആറ് അബ്ദുൽ ഹക്കീം അസ്ഹരി, അയാളും ചൊല്ലുന്ന പ്രവർത്തന മേഖലയിൽ ഒരുപാട് തടസ്സങ്ങളുണ്ടായി, ഒരുപാട് പ്രതിബന്ധങ്ങളുണ്ടായി. അപ്പോഴൊക്കെ നമ്മൾ ബദരീങ്ങളെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു. നമുക്കൊരു എന്തൊരു അവസ്ഥകളെ. നോളജ് സിറ്റിക്ക് എന്തെല്ല തടസ്സ ಬಂತು, ആ തടസ്സ വന്നപ്പല്ല ബദരീങ്ങളെ വിളിച്ച് പ്രാർത്ഥിച്ചു. ഇയാൾ ചൊല്ല പ്രാർത്ഥിച്ചു. ഇനി പ്രാർത്ഥനയ്ക്ക് ഒരു നിർവചനം വേണ ഉണ്ട്. മൊയിലാക്കന്മാർ ഈ പ്രാർത്ഥനയ്ക്ക് നിർവചനം കേട്ടിട്ട് പ്രാർത്ഥന അല്ലാതെ പ്രാർത്ഥന വേറെ, അർത്ഥന വേറെ, അതേപോലെ സഹായത്തേട്ട വേറെ, ഇങ്ങനെയുള്ള ചൊല്ലി. ഇനിയിപ്പോ ഇതൊക്കെ ഇനൊരു നിർവചനം വേണ സഹോദരന്മാർ. എന്തൊരു അവസ്ഥയല്ലേ ഇത്. ബദരീങ്ങളെ വിളിച്ച് പ്രാർത്ഥിച്ചു ചൊന്തു ചൊല്ലുക പോലും ചങ്കില്ലാത്ത ഒരു അവസ്ഥയിട്ടിക്കറ്. ഇങ്ങനെ അവസ്ഥ മക്ക മുശ്രിക്കുമാരെ കാണാൻ കടായി പോയി അറിയാം. മക്ക മുശ്രിക്കുമാർ പോലും പ്രതിസന്ധി വരുമ്പോ, കഷ്ട വരുമ്പോ അള്ളാഹുവിനോട് മാത്രം വിളിച്ച് ദ്വാർന്ന കയറ്റിക്കറാർ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ചൊല്ലുന്നത് അല്ലേ, വഇദാ റകിബു ഫിൽ ഫുൽകി, അങ്ങ് കപ്പലിക്ക് പത്തിട്ട് യാത്ര പോകുമ്പോ അങ്ങ് ആ കപ്പൽ എന്തെയൊന്നു സംഭവിച്ചിട്ടുണ്ടായെങ്കിൽ ദഅവുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, അള്ളാഹുവിനോട് ഇഖ്ലാസുള്ളങ്ങായിട്ട് അങ്ങ് ദ്വാർന്നു ഇന്നാർ. അപ്പൊ നോക്കൂ, മാത്രമാ ഫലമ്മാ നജ്ജാഹും ഇലൽ ബർരി, അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ബച്ചവാക്കിട്ട് കരകുമെന്നുണ്ടായെങ്കിൽ ഇദാഹും യുശ്രികൂൻ, അപ്പ ഇത്തിക്കറങ്ങ ഷിർക്കാക്കി ഇന്ന്. ഇതെന്തിര്? കരലും ഷിർക്ക്, കടലിലും ഷിർക്ക്, എല്ലാ ജാഗയിലും ഷിർക്ക്. അപ്പൊ ഇതല്ല ഇസ്ലാം സഹോദരന്മാരെ, ഇതല്ല ഇസ്ലാം. ഇസ്ലാം എന്തിര്? ബദർ യുദ്ധത്തില് ബദറിന്റെ സന്ദേശത്തെ നമുക്ക് പഠിപ്പാട്ടിതണ്ടേ ആ ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ ബദരീങ്ങ ആരെ വിളിച്ച് ദ്വാർന്നാറ? ആ അള്ളാഹുരെ മാത്രമേ നമുക്ക് വിളിച്ചു ദ്വാർക്കുള്ളേ ചൊല്ലുന്ന സന്ദേശത്തിക്കറ്. 2-ാമത്തെ വിഷയത്തെ നമുക്ക് ചൊല്ലൂല്. അതേപോലെ 3-ാമത്തെ വിഷയം എന്തിര്? മുഹമ്മദുർ റസൂലുള്ളാഹ്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് നബിയെ അള്ളാഹുവിന്റെ റസൂലായിട്ട് പൂർണ്ണമായിട്ട് അംഗീകരിക്കുക ചൊന്നെങ്കിൽ ഇത്വാഅത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുസരണ നബി എന്തിനെ കാട്ടർ അത് അതേപോലെ ഞങ്ങൾ ആക്കണം അതേ ടിക്കറ് ഈ ബദർ യുദ്ധത്തിൽ മൂന്നാമത്തെ ഒരു പോയിന്റ് ആയിട്ട് ഞങ്ങൾ മനസ്സിലാക്കൂലേ നാന്ന് പടച്ചൊന്നല്ലേ പാതി തെരുവിൽ എത്തിയപ്പോഴത്തേക്ക് എനിക്ക് വിഷയം കിട്ടേ എന്തേ അങ്ങ യുദ്ധത്തിക്ക് പുറത്തായിട്ട് വന്നിറാറുണ്ട് അപ്പൊ അവിടെ ഒരു ഡിസ്കഷൻ നടക്കരുത് ആ ഡിസ്കഷൻ എന്തേ എന്തിറാക്കരുത് ഞങ്ങളെ കയ്യിൽ ആയുധം ഇല്ല ആൽബല ഇല്ല അതേപോലെ എന്തേ മൃഗില്ല വണ്ടയില്ല കുതിരയില്ല കാലി ജണ്ടേ ജണ്ട് കുതിരയിന്നേ അതേപോലെ ബെർലിൻ എത്ര വണ്ടിന്നേ അപ്പൊ ഇങ്ങനത്തെ ഉള്ള സന്ദർഭത്തിൽ ഈ ഒരു സാഹചര്യത്തിൽ ഞങ്ങൾ എന്ത് ആഗ്രഹിച്ചോളേ ആ ഒരു ഡിസ്കഷൻ നടന്നപ്പ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളോട് കേൾക്കரு അഷീറു ഇലയ്യ അയ്യുഹന്നാസ് മനുഷ്യന്മാരെ നിങ്ങൾ ഒരു അഭിപ്രായം ചൊല്ലൂ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അഭിപ്രായം ചൊല്ലു നബിയെ ഞങ്ങൾ റെഡിയുള്ള നബിയെ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഷീറു ഇലയ്യ അയ്യുഹന്നാസ് മനുഷ്യന്മാരെ നിങ്ങൾ ഒരു അഭിപ്രായം ചൊല്ലു ഉമർ റളിയല്ലാഹു അൻഹു ചൊല്ലു നബിയെ ഞങ്ങൾ റെഡിയുള്ള പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലു അഷീറു ഇലയ്യ അയ്യുഹന്നാസ് മനുഷ്യന്മാരെ നിങ്ങൾ ഒരു അഭിപ്രായം ചൊല്ലു അപ്പൊ മുഹാജിരിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട മിഖ്ദാദ് ഇബ്നു അംർ റളിയല്ലാഹു അൻഹു അയാൾ എഞ്ചി നിന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പൽക്ക ചൊല്ലു നബിയെ യാ റസൂലല്ലാഹ് ഇന്നാ ലാ നഖൂലു ലക കമാ ഖാലത് ബനു ഇസ്രായീല ലിമൂസ മൂസ നബിയോട്ടിಗೆ ബനു ഇസ്രായേൽമാർ ചൊന്ന പോലെ ഞങ്ങൾ നിങ്ങളൊട്ടിಗೆ ചൊല്ലൂല നബിയെ എന്തിനാ ബനു ഇസ്രായേൽമാർ ചൊന്നി ഇദ്ഹബ് അൻത വറബ്ബുക ഫഖാതില ഇന്ന ഹാഉനാ ഖായിദുൻ നീനും നിന്റെ റബ്ബ് പോയിട്ട് യുദ്ധാക്കോ മൂസ നബിയോട്ടിಗೆ ബനു ഇസ്രായേൽമാർ ചൊന്ന പൽക്കൈറ്റിക്ക് നഗബണ്ടില്ല യുദ്ധത്തിൽ നീനും നിന്റെ റബ്ബ് പോയിട്ട് യുദ്ധാക്കോ ഞങ്ങളുടെ ദയിക്കിര ചൊന്തു ബനു ഇസ്രായേൽമാർ ചൊന്നാർ അങ്ങനെ ചൊല്ലൂല നബിയെ ഞങ്ങൾ ചൊല്ലുറെന്തേ ഇദ്ഹബ് അൻത വറബ്ബുക ഫഖാതില നിങ്ങളെ റബ്ബ് പോയിട്ട് നിങ്ങൾ യുദ്ധാക്കൊരു വനഹ്നു മഅകും മുഖാതിലൂൻ ഇന്നാ മഅകും മുഖാതിലൂൻ ഞങ്ങൾ നിങ്ങളൊട്ടിಗೆ യുദ്ധാക്രങ്ങായിട്ട് ഉള്ള നബിയെ മിഖ്ദാദ് റളിയല്ലാഹു അൻഹു നബിക്ക് ധൈര്യം കൊടുക്കുക നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൊസിയായിട്ട് പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അൻസാറുമാരുടെ അഭിപ്രായം കേൾക്കാനായിട്ട് വേണം പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അഷീറു ഇലയ്യ അയ്യുഹന്നാസ് മനുഷ്യന്മാരെ നിങ്ങൾ അഭിപ്രായം ചൊല്ലു അപ്പൊ സഅദ് റളിയല്ലാഹു അൻഹു മനസ്സിലായിട്ട് നബി ഞങ്ങളെ ഏറ്റിക്കർ ഉദ്ദേശിക്കുക അൻസാറുമാരുടെ ഏറ്റിക്കർ ഉദ്ദേശിക്കുക കാരണം അൻസാറുമാർ യാരും ഇല്ല അപ്പൊ അൻസാറുമാർ അഭിപ്രായം എന്തേ സഅദ് റളിയല്ലാഹു അൻഹു നബിയോട് കേൾക്കരുത് നബിയെ നിങ്ങൾ ഞങ്ങളെ ഉദ്ദേശിക്കരേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലു അജൽ അതെ അപ്പ സഅദ് റളിയല്ലാഹു അൻഹു എഞ്ചി നിന്നിട്ട് നബിയോട് ചൊല്ലു നബിയെ ഫഖദ് ആമന്നാ ബിക നബിയെ ഞങ്ങൾ നിങ്ങളെ വിശ്വസിച്ചറ ഫസദ്ദഖ്നാക നിങ്ങളെ ഞങ്ങൾ സത്യപ്പെടുത്തിറ നിങ്ങൾ കൊമ്മന്തെതിരെ ഞങ്ങൾ സത്യപ്പെടുത്തിറ അത് ഹക്കുണ്ട് ഞങ്ങൾ അംഗീകരിച്ചിട്ടേ ഇനി നിങ്ങൾ ഞങ്ങളെ എവിടേക്ക് പിടിച്ചു പോണ്ടെങ്കിൽ നിങ്ങൾ ചാണായിട്ട് ഞങ്ങൾ അനുസരിക്കുക റെഡിയുള്ള നിങ്ങൾ ഞങ്ങളെ ഒരു കടലുകും പോയിട്ട് തുള്ളുപാട്ടെങ്കും ഞങ്ങൾ തുള്ളുകും റെഡിയുള്ള അത്രത്തോളം നിങ്ങൾ അനുസരിക്കുന്നവരുള്ള നിങ്ങൾ പേടിക്കേണ്ട നബിയെ ഞങ്ങൾ ധൈര്യത്തിലുള്ള ചൊന്തു ആ സഅദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ധൈര്യം കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണും അങ്ങനെ ആ അനുസരണ അതേപോലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് ഈ രണ്ട് കലിമത്തു ഷഹാദ അവിടെ വ്യക്തമായിട്ട് പ്രകടമായിട്ട് കണ്ടപ്പ ആ ബദർ യുദ്ധത്തിൽ റിസൾട്ട് കിട്ടിയിട്ട് എന്തൊരു റിസൾട്ട് വലഖദ് നസറകുമുല്ലാഹു ബിബദ്രിൻ വഅൻതും അദില്ല അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊന്നപോലെ നിങ്ങ തെല്ലാലിന്തും അല്ലാഹുവിന്റെ സഹായ നിങ്ങൾക്ക് ബന്ത് ഫത്തഖുല്ലാഹ് നിങ്ങൾ അല്ലാഹുവിനെ പേടിക്കൂ ലഅല്ലകും തഷ്കുറുൻ നിങ്ങൾ ശുക്റുല്ലങ്ങാവൂ ആൽബല അല്ലാഹ് ഇത്ര ആളുണ്ട് ഞങ്ങളൊട്ടിಗೆ ഇത്ര ആളുള്ളാർ ഞങ്ങളുടെ ടിക്കർ മെജോറിറ്റി ഇല്ല അല്ലാഹുവിന്റെ സഹായവുള്ളേ യഥാർത്ഥമായ ദീൻ അനുസരിച്ചിട്ട് യഥാർത്ഥമായ മൻഹജ് അനുസരിച്ചിട്ട് ജീവിക്കുന്ന ഒരാളിൽ മാത്രമേ ടിക്കർ അല്ലാഹുവിന്റെ സഹായവുള്ളേ എല്ലാ ചക്രക്കഞ്ഞും ഒട്ടികാക്കിട്ട് അല്ലേ അവിടെ എതിരെ ദർഗത്ത് പോണ്ടെങ്കും അതേപോലെ അവിടെ ജാറത്തുക്ക് പോണ്ടെങ്കും അതേപോലെ ഇസ്ലാമിക് എതിരെ ഞങ്ങളെ ഇസ്ലാമിക് രാഷ്ട്രാക്കും അതിരെ പേരുകൾ പോണ്ടെങ്കിലും അതേപോലെ കാലി അമല് മാത്രം നോക്കിയിട്ട് തൗഹീദില്ലാത്ത അങ്ങനെ കുറെ ആൾമാർ എല്ലാവരും വിളിച്ചു കൂട്ടിയിട്ട് ഞങ്ങളൊരു ദാവത്താക്കുന്നെങ്കിൽ ആ ദാവത്തുക്ക് ഒരു സഹായം ഇല്ല അള്ളാഹുവിന്റെ സഹായമുള്ളവിടെ തൗഹീദുള്ളവിടെ യഥാർത്ഥമായ മൻഹജുള്ളവിടെ മാത്രമേ ടിക്കറ് ചൊല്ലതേ ടിക്കറ് മൂന്നാമത്തെ സന്ദേശമായിട്ട് ഞങ്ങൾ മനസ്സിലാക്കൂലേ അങ്ങനെ എത്രമാ വിഷയ ബദർ യുദ്ധത്തിൽ ഞങ്ങൾക്ക് പഠിക്കുകൊണ്ടു ഒരു ചുരുങ്ങിയിട്ട് 3 വിഷയം മാത്രമേ ടിക്കറ് ഈ ഒരു സന്ദർഭത്തിൽ ഞാൻ നിങ്ങളെ എതിർത്ത് വെച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ ദീനിനെ യഥാർത്ഥമായിട്ട് നേരായ രൂപത്തിൽ പഠിക്കുകയും അതേപോലെ വലാലത്തായി കണ്ടിട്ട് അതിനെ ബൽച്ചരിയകും നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.